ഹായ് നമസ്കാരം. ഞാൻ ഇന്ന് വീഡിയോ ഇടാനെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ ഞാൻ നല്ല ബോറടിച്ചെന്ന് വെച്ചാൽ ഇന്നലെ എനിക്ക് വർക്കിന് കയറാൻ പറ്റിയില്ല. എനിക്ക് പനി പിടിച്ചിട്ട് ഞാൻ ബോറടിച്ചിരുന്നു. ജസ്റ്റ് വെറുതെ ഉറക്കത്തിനിടയിലേക്ക് ജസ്റ്റ് ഫോൺ ഞാൻ തുറന്നപ്പം അവനില്ലേ മാധവ് സുരേഷും ഒരു പ്രൊഡ്യൂസറും പടത്തിന് അശ്വന്ത് കോക്ക് റിവ്യൂവിന് 1,00,000 രൂപ ചോദിച്ചെന്ന് പറഞ്ഞൊരു ഒരു ന്യൂസ് ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇരുന്ന് ആലോചിച്ച് അശ്വന്തിന് അതിൻ്റെ ഇതുണ്ടാവും. 1,00,000 രൂപ സാധാരണ 1,00,000 രൂപയുടെ അതേ ഉണ്ടാവുള്ളൂ. വെച്ചാൽ കുറച്ച് കൂടുതലായിരിക്കത്തില്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ഗതികേടുണ്ടോ എന്ന് ഞാൻ ആലോചിച്ച്. വെച്ചാൽ അമ്മാതിരി റീച്ചും കാര്യങ്ങളൊക്കെ ഉള്ള മനുഷ്യരാണ്. അപ്പോൾ ഞാൻ അത് നോക്കി കാര്യമാക്കിയില്ല. ഞാൻ എന്നിട്ടിപ്പം ഉറക്കി എണീറ്റിരുന്ന് രാവിലെ ജസ്റ്റ് വെറുതെ ഒന്ന് യൂട്യൂബ് തുറന്നപ്പോൾ അണ്ണന്താ അവനെ വലിച്ചു കീറി ഒട്ടിച്ച് വെച്ചേക്കുന്നു. അണ്ണ ഇങ്ങനെ തന്നെ വേണം റിവ്യൂ പറയാനായിട്ട്. അണ്ണ ആദ്യമായിട്ട് ഈ 2 അടിച്ചിട്ടാണ്ട് എന്തോ തോന്നുന്നു ഈ വീഡിയോയിൽ. എല്ലാവരും പൂരത്തെറി നിൻ്റെയൊക്കെ 1,00,000 രൂപ എന്തിനടാ എനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിച്ചു കയറി മാധവ് സുരേഷിന് അറിയാമല്ല, അവന് കുറച്ച് ഒരു കിട്ടാൻ എല്ലാത്തിനും നിൽക്കുന്നത്. അവന് 2 കേൾക്കണത്. പിന്നെ പ്രൊഡ്യൂസർ ചിലപ്പോൾ ചോദിച്ചാൽ ഇല്ലെന്ന് നമുക്കൊന്നും പറയാൻ പറ്റും. പക്ഷേ അണ്ണൻ്റെ അതിൽ ചോദിച്ചില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവനെ വലിച്ചു കയറി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ബോറടിച്ച് ആയിട്ടിരിക്കുകയായിരുന്നു. വെറുതെ ഒന്ന് എടുത്ത് നോക്കിയാണ് രാവിലെ വെറുതെ എടുത്ത് തുറന്ന് നോക്കിയാണ്. തൃപ്തിയായി. മാധവ് സുരേഷ് 2 ഒന്ന് കേൾക്കണം, കുഴപ്പമില്ല, നല്ലപ്പയല്ലേ. കേൾക്കുന്നതൊക്കെ നല്ലതൊക്കെ തന്നെ. നിങ്ങൾ കാണാത്തവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടാ. അശ്വന്ത് കോക്കിൻ്റെ യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്. രണ്ടുമാരാ ഇതിനായിട്ട് ഇറങ്ങി തിരഞ്ഞത്. ആരാ? ഈ മാധവ് സുരേഷും അങ്കാട്ടാസം ആ സിനിമയുടെ പേര്. അതിനെന്തോ മോശം റിവ്യൂ പറഞ്ഞിട്ട് അശ്വന്ത് കോക്ക് പറയുകയാണെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ ഒരു ഫാനായിരുന്നു പറഞ്ഞാൽ ഞാൻ ബെടാ ദോസ്തും ചിന്താമണി കൊലക്കേസൊക്കെ ഫസ്റ്റ് ഷോ കണ്ടാന്നൊക്കെ പറഞ്ഞോട്ട്